കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പരസ്യമായ പൊട്ടിത്തെറി. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ സിപിഐഎം വിമതരെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രംഗത്തെത്തി. ഇന്നലെ വരെ പാർട്ടിയെ ആക്രമിച്ചവരെ ഇന്ന് ചുമലിൽ താങ്ങേണ്ട ഗതികേടിലാണ് നേതൃത്വമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് പരിഹസിച്ചു. അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വി കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും ഒക്കെ എന്തിനു പിന്തുണയ്ക്കണം? ഇത്രയും നാൾ പാർട്ടി അതിരൂക്ഷമായി വിമർശിച്ച പരിഹസിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരെ പിന്തുണയ്ക്കേണ്ട ഗതികേടുണ്ടോ പാർട്ടിക്ക് എന്നുള്ള വലിയ ചോദ്യമാണ് താഴെത്തട്ടിലെ പ്രവർത്തകരും നേതാക്കളും ചോദിക്കുന്നത്. ഈ തീരുമാനം വലിയ തലവേദനയാവുകയല്ലേ കോൺഗ്രസിന്? തീർച്ചയായിട്ടും ആര്യ കീർത്തന, അത് തന്നെയാണ്. കണ്ണൂർ കോൺഗ്രസിൽ ഒരു പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക്, വെല്ലുവിളിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നടങ്കം ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തുകയാണ്. അതിലേറ്റവും പ്രധാനമായി പയ്യന്നൂരിലും തളിപ്പറമ്പിലും അവിടെ കൈപ്പത്ത് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും, അവിടെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ പരിഗണിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ യൂത്ത് കോൺഗ്രസിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു സൂചനകൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിക്കുന്നില്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM-ൽ നിന്നും വിട്ടുവന്നിട്ടുള്ള രണ്ട് നേതാക്കളെ പിന്തുണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതാണ് വലിയൊരു കലാപത്തിലേക്ക് കണ്ണൂർ കോൺഗ്രസിൽ എത്തിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹനൻ തന്നെ ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തുന്നു. ആ പ്രതികരണത്തിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ വരെ പാർട്ടിയെ ആക്രമിച്ചവരെ ഇന്ന് ചുമലിൽ താങ്ങുമ്പോൾ വർഷങ്ങളായി പാർട്ടിയെ ചുമലിലേറ്റുന്നവരുടെ കണ്ണീർ കാണാതെ പോകരുത്. ചുവടുമാറ്റി വരുന്നവർക്ക് നൽകുന്ന പരിഗണന പാർട്ടിയുടെ ചുവടുറപ്പിക്കാനായി നിന്നവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാവരുത്. അത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ഒരു സമരത്തിനിടയിൽ പോലീസുകാർ ആക്രമിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ചിത്രം ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് അത്തരമൊരു പോസ്റ്റ് ഈ ജില്ലാ അധ്യക്ഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള രാഹുൽ വെച്ചിയോട്ടിന്റെ ഭാഗത്തുനിന്നും അമൽ കുറ്റ്യാട്ടൂരിന്റെ ഒക്കെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പരസ്യമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക്, ഒരു കലാപത്തിലേക്ക്, അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കണ്ണൂരിലെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകാൻ. ഒരു ഭാഗത്ത് CPM-നെ പിടിച്ചുലച്ചുകൊണ്ട് TK ഗോവിന്ദൻ പാർട്ടി വിടുമ്പോൾ ആ TK ഗോവിന്ദനെ പിന്തുണക്കാൻ UDF തീരുമാനിക്കുമ്പോൾ UDF-നകത്ത്, കോൺഗ്രസിനകത്ത് ഒരു കലാപമുണ്ടാകുന്നു, ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നത് ഏറെ ഈ രാഷ്ട്രീയ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്, രാഷ്ട്രീയ ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. എന്തായിരിക്കും ഇനി തുടർന്നുള്ള സമീപനം? കോൺഗ്രസ് നേതൃത്വം ഏതെങ്കിലും തരത്തിൽ പിൻവാങ്ങുന്ന നടപടിയിലേക്ക് അല്ലെങ്കിൽ പിൻവലിയുന്ന സമീപനത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമോ എന്നത് ഏറെ ആകാംക്ഷയായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ആര്യ കീർത്തന. ഓക്കെ, അർജുൻ കല്യാടാണ് വിശദമായ വിവരങ്ങളുമായി ചേർന്നത്.